BDS പഠനം കുറഞ്ഞ ഫീസിൽ നേടാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കേരളം വിട്ട് ഇപ്പോൾ കർണാടക ഉൾപ്പെടെയുള്ള മറ്റ് സ്റ്റേറ്റുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതുണ്ടോ? അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ കേരളത്തിലെ ഗവൺമെൻറ് ഫീയെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്ന മാനേജ്മെൻറ്റ് ഫീ. അതെ, മെറിറ്റ് ഫീസ് എന്ന് പറഞ്ഞാൽ 3,30,000 ആണ് കേരളത്തിൽ വരുന്നത്. അത് സ്കോളർഷിപ്പിൽ കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ട്, അത് നിൽക്കട്ടെ. കർണാടകത്തിൽ പോയി അവിടുത്തെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ രജിസ്റ്റർ ചെയ്ത് BDS എടുക്കണോ എന്നുള്ള ചോദ്യം, അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതെ, കൂടുതൽ കുട്ടികളും കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ലോ ബഡ്ജറ്റ് നോക്കിയാണ് മിക്കവാറും എല്ലാവർക്കും കേരളത്തിൽ കിട്ടണമെന്ന് തന്നെ ആയിരിക്കും ആഗ്രഹം. ഒരു പക്ഷേ ഈ പറഞ്ഞ 3,30,000 ഫീ എല്ലാവർക്കും അഫോർഡബിൾ അല്ല. അതുകൊണ്ട് ഒരു പക്ഷേ 2.5 ലാഖിനൊക്കെ കർണാടക കോളേജിൽ ഫീ ഓഫർ ചെയ്യുന്ന കോളേജുകളുണ്ട്. അത് ജസ്റ്റ് ട്യൂഷൻ ഫീസ് മാത്രമായിരിക്കും ആക്ച്വലി ഈ പറയുന്ന 2.5 ഒക്കെ ചിലപ്പോൾ ഓഫർ ചെയ്യുന്നത്. കേരളത്തിലും ആ 2.5 കിട്ടാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതെ, അതായത് ഈ നോർമൽ ഗവൺമെൻറ് ഫീയിലും കുറേ കൂടെ നെഗോഷ്യബിൾ ആയിട്ടുള്ള രീതിയിൽ ജനറൽ OBC വിഭാഗക്കാർക്ക്, അല്ലേ, മറ്റ് ഇപ്പോൾ SC ST OBC വിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി ഫീ അതുപോലും അറിയാണ്ട് പോയി ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതെ, ഈ വിഭാഗത്തിൽ പോലും മറ്റ് സ്റ്റേറ്റുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അതെ, SC ST OEC സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും കേരളത്തിലെ ഓപ്ഷൻസേ ട്രൈ ചെയ്യാവുള്ളൂ BDSന്. അവർക്ക് എന്തായാലും ക്വാളിറ്റിയുള്ള കോളേജിൽ തന്നെ ഈ പറഞ്ഞ എൻറ്റയർലി ഫീസ് വേവിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് നോർമൽ ഗവൺമെൻറ് ഫീയിലും കുറച്ച്, ഏകദേശം നമ്മൾ ത്രൂ തന്നെ ഒരു 100+ സ്റ്റുഡൻസ് കഴിഞ്ഞ വർഷം തന്നെ കേരളത്തിലെ പല കോളേജിലായിട്ട് പഠിക്കുന്നുണ്ട്. അതെ, അതുപോലെ തന്നെ അതർ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലില്ല. ഏതാണ് അതർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കർണാടകത്തിനൊന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യമില്ല. ഇവിടുത്തെ സ്റ്റുഡൻസ് അതിൻ്റെ ഒരു ആവശ്യമില്ല ആക്ച്വലി. അതെ, അവിടെ കിട്ടുന്നതിനേക്കാളും ബെസ്റ്റ് ക്വാളിറ്റി കോളേജുകൾ നിങ്ങളുടെ നീറ്റ് സ്കോർ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ കേരളത്തിൽ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏകദേശം നമുക്ക് കർണാടകത്തിൽ ഇപ്പം ഒരു ആവറേജ് ലെവലുള്ള കോളേജ് കിട്ടണമെങ്കിൽ പോലും അറൗണ്ട് ഒരു 2.5 ലാഖ് എന്തായാലും പെർ ഇയർ വരും. അതെ, ഏകദേശം അതേ ഫീസ് തന്നെ അതിനേക്കാൾ ക്വാളിറ്റിയുള്ള കോളേജ് നമുക്ക് കേരളത്തിൽ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതെ, അതാണ് കർണാടകം ഒരു ഓപ്ഷനായിട്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ലൊക്കേഷൻ പ്രിഫറൻസ് ഇല്ലെങ്കിൽ, കർണാടകത്തിൽ പോയി നിൽക്കേണ്ട ഒരു ലൊക്കേഷൻ പ്രിഫറൻസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കർണാടക ഒരു BDSന് ഇപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷൻ അല്ല. പണ്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കർണാടകം വളരെയധികം ചൂസ് ചെയ്യുന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ട്രെൻഡ് മാറിയിരിക്കുന്നു. മാത്രമല്ല കർണാടകയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് അവിടെ പോകുമ്പം ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന കോളേജിൻ്റെ അതിൻ്റേതായ ക്വാളിറ്റി കുറവുണ്ടാവും, അസേഷൻസ് കുറവുണ്ടായിരിക്കും. നമുക്കിപ്പോൾ ഒരു എക്സാം കാര്യങ്ങളൊക്കെ നടക്കുമ്പം നമ്മൾ തന്നെ വേണം ഈ കോളേജിൻ്റെ വെളിയിൽ ക്യാമ്പസ് വിട്ട് ആ നാട്ടിൽ കൂടെ പോയി പേഷ്യൻസിലേക്ക് തപ്പിക്കൊണ്ടുവരാൻ. ഇതുപോലെ ലോ ക്വാളിറ്റി കോളേജിൽ നമ്മളൊരു 50,000 രൂപ ലാഭം നോക്കി പോയി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കും. അതുമാത്രമല്ല, കേരളത്തിലെ ഫീസ് കൃത്യം സ്പെസിഫിക് ആണ്. ഫീ റെഗുലേറ്ററി കമ്മിറ്റിയുടെ ഫീസാണ് കളക്ട് ചെയ്യുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ ഈ 2.5 പോകുന്നിടത്ത് ട്യൂഷൻ ഫീസ് മാത്രമേ പറയത്തുള്ളൂ. ബാക്കിയുള്ള അതർ ഹിഡൻ ഫീസസ് ഇഷ്ടം പോലെ ഉണ്ടാകാം. നിങ്ങളെ സംബന്ധിച്ച് കേരളം അഫോർഡബിൾ അല്ല, വളരെ ലോ റേറ്റാണ് BDSന് നോക്കുന്നതെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നിങ്ങളെ ആക്ച്വലി പറഞ്ഞ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ നോക്കാം. തീർത്ത് ലോ ബഡ്ജറ്റ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻക്ലൂഡിങ് 5 ലാക്സിന് BDS തീർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കോഴ്സ് മൊത്തം തീർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ട്യൂഷൻ ഫീസ് മൊത്തം 5 ലാക്സിന് തീരുകയോ ഒരു ഫുഡ് അക്കോമഡേഷൻ ഉൾപ്പെടെ ഒരു 8 ലാക്സിനൊക്കെ തീർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അതർ സ്റ്റേറ്റ് നോക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് നിങ്ങളുടെ ഒരു 2.5 ലാക്ക് എങ്കിലും കയ്യിൽ പെർ ഇയർ മുടക്കാനുണ്ടെങ്കിൽ കേരളത്തിൽ ഓപ്ഷൻസ് ഉണ്ട്. അതെ, ട്യൂഷനായിട്ട് മുടക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതില്ല, നിങ്ങൾക്ക് BDS പഠിക്കണം, കയ്യിലുള്ള ബഡ്ജറ്റ് തീരെ കുറവാണ്, നിങ്ങൾക്ക് ലോൺ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന സ്റ്റേറ്റ്സിൽ അറൗണ്ട് ഒരു 5 to 6 ലാക്സിന് BDS പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കർണാടക എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാവുന്ന ഒരു അല്ല, കർണാടകത്തിൽ അങ്ങനെ ഓപ്ഷൻ കിട്ടാൻ സാധ്യതയില്ല. അത് കിട്ടുവാണെങ്കിൽ തന്നെ 1-2 ഏറ്റവും മോശം ക്വാളിറ്റി കോളേജ് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. അത് ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ഛത്തീസ്ഗഡിലൊക്കെ പോയി പഠിക്കുന്ന കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്ന ഒരു മിനിമം ഒരു 25 സ്റ്റുഡൻസ് എങ്കിലും മലയാളീസ് നമ്മൾ ത്രൂ തന്നെ പോയിട്ടുണ്ട്. തീർത്ത് ലോ ബഡ്ജറ്റുള്ള അല്ലെങ്കിൽ തീർത്ത് ലോ മാർക്കുള്ള ആളുകൾ പോയിട്ടുണ്ട്. അങ്ങനെ അതല്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കേരളത്തിൽ തന്നെ അതിന് കൃത്യമായ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്താൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ കീം രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയാൽ തന്നെ ഈ പറഞ്ഞ വേറെ ഓപ്ഷൻസ് കേരളത്തിൽ തന്നെ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ ദോ കീം രജിസ്റ്റർ ചെയ്തിട്ടില്ല പോലും കേരളത്തിൽ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ കേരളത്തിൽ തന്നെ ഫീസ് അളവിൽ പഠിക്കാൻ വേണ്ട എല്ലാ ഗൈഡൻസുമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതുമായിട്ടുള്ള എല്ലാ ഡൗട്ട്സും നമ്മൾ ക്ലിയർ ചെയ്യാം. BDS ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.